വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ഹിസ്റ്ററി ബനാസക് ഖാലിദ്. അപ്പൊ എല്ലാവരും എക്സാമിനേഷൻസിന് പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനേഷന് ഹെൽപ്ഫുൾ ആവുന്ന വിധത്തിൽ ഒരു PYQ സെഷനാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം LDC 2024 എന്ന LDC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 128/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ അതില് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കുളച്ചിൽ യുദ്ധം നടന്നത് 1748-ലാണ്. 2, കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. 3, കേരളത്തിൽ ആദ്യമേ എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. 4, ഡച്ച് ഗവർണർ എന്ന വാറിന്റെ നേതൃത്വത്തിലാണ് ഹോർട്ടൂസ് മലബാർക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഇവിടെ നമ്മള് ഡച്ചുകാരുമായി ബന്ധപ്പെട്ട അപ്പൊ കേരളത്തിലെത്തിയ വിദേശ ശക്തികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അതിൽ നമ്മുടെ ഡച്ചുകാരെ ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പൊ മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ പറഞ്ഞ പോർച്ചുഗീസ് അല്ലെങ്കിൽ ഡച്ചുകാർ അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ ഇവരെ കുറിച്ചൊരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് ഡച്ചുകാരെ കുറിച്ച് എന്തൊക്കെയാണ് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് നോക്കാം. അപ്പൊ ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ നമ്മൾ ഡച്ചുകാരെ കുറിച്ച് മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്താണ്? ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം നമ്മൾ മനസ്സിലാക്കുക. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം എന്ന് പറയുന്നത് AD 1595 ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാ, ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം എന്താണ്? 1595. AD 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം. അപ്പൊ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം എന്താണ്? AD 1595. ഇനി ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1602-ലാണ്. അപ്പൊ എന്താണ്? ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാണ്? AD 1602. അപ്പൊ എന്നാണ് ഇന്ത്യയിൽ ഡച്ചുകാർ വന്നത്? AD 1595-ലാണ് ഡച്ചുകാർ വന്നത്. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1602-ലാണ്. ഇനി ഇന്ത്യയിൽ രണ്ടാമത് എത്തിയ യൂറോപ്യൻ ശക്തികളാണ് അല്ലെ. നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യൻ ശക്തി എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. എന്താണ്? ഇന്ത്യയിലെ രണ്ടാമതെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. അപ്പൊ ഇന്ത്യയിൽ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ആദ്യം എത്തിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇന്ത്യയിൽ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തി ആരാണ്? ഡച്ചുകാരാണെന്ന് ഓർത്തുവെക്കുക. എന്നാണ് ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിയത്? 1595. AD 1595-ലാണ് വന്നപ്പോ എന്തായാലും ഒരു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചത് AD 1602-ലാണ്. ഇനി ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി, ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യൻ ശക്തിയല്ല, രണ്ടാമത്തെ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാര്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയും ആര് തന്നെയാണ്? ഡച്ചുകാരാണ്. അപ്പൊ ചോദ്യം ഒന്നും കൂടെ പറയാൻ മനസ്സിലാക്കുക. എന്താണ്? ഇന്ത്യയില് രണ്ടാമത്തെ യൂറോപ്യൻ ശക്തിയും അതുപോലെ ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയും ആരാണ്? ഡച്ചുകാരാണ്. അപ്പൊ മനസ്സിലായോ? ഇനി ഡച്ചുകാർ ഇന്ത്യയിലെ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. ഇന്ത്യയിലെ ഡച്ചുകാർ ആദ്യമായിട്ട് ഒരു ഫാക്ടറി സ്ഥാപിച്ചു. അത് മസൂറി പട്ടണത്തിലാണ്. 1605-ലാണ്. അപ്പൊ ഡച്ചുകാർ ഇന്ത്യയിലെ ഫാക്ടറി സ്ഥാപിക്കുന്നത് എവിടെയാണ്? മസൂറി പട്ടണത്തിലാണ്. 1605-ലാണ്. ഇനി ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗത്തെ പറയുന്നത് പ്രോസ്റ്റസ് എന്താണ്? പ്രോട്ടസ്റ്റന്റ് എന്താണ്? പ്രോട്ടസ്റ്റന്റ് എന്ന് പറയുന്നതാണ് ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗത്തെ പറയുന്ന പേര്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം ഏതാണ്? പ്രൊട്ടസ്റ്റന്റ്. ഏതാണ്? പ്രൊട്ടസ്റ്റന്റ് ആണ് ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം. നിങ്ങൾ പറയൂ പ്രൊട്ടസ്റ്റന്റ്. ഇനി ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? അപ്പൊ ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്. അത് 1658-ലാണ്. 1658-ലാണ് ഡച്ചുകാര് പോർച്ചുഗീസിനെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്തത്. 1658. അപ്പൊ അതിന് ഡച്ചുകാർക്ക് നേതൃത്വം നൽകിയ അഡ്മിറൽ ആരാന്ന് വെച്ചാൽ അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ്. അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ് ഈ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്താൻ നേതൃത്വം നൽകിയ ഡച്ച് അഡ്മിറലിന് ഓർത്തുവയ്ക്കുക. ഇനി അടുത്തത് ഡച്ചുകാര് പോർച്ചുഗീസിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തു. അപ്പൊ കൊച്ചി പിടിച്ചെടുത്തതാണ് 1663-ലാണ്. മനസ്സിലാക്കുക. 1658 കൊല്ലമാണ് പിടിച്ചെടുക്കുന്നത്. കൊച്ചി പിടിച്ചെടുക്കുന്നത് 1663-ലാണ്. മനസ്സിലാക്കുക. അടുത്തതാണ് മനസ്സിലാക്കേണ്ടത് ഡച്ചുകാരും മാർത്താണ്ഡയും തമ്മിൽ യുദ്ധം നടന്നു. ആ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. എന്താണ്? കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത് ആരും തമ്മിലാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. ഇനി അദ്ദേഹത്തിന് അവർ തമ്മിൽ യുദ്ധം നടന്ന വർഷം ഏതാണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട വർഷമാണ്. നമ്മൾ എല്ലാ പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ചോദ്യത്തിലും ആ ഒരു വർഷം വരുന്നുണ്ട്. എന്താണ്? 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചിൽ യുദ്ധം നടന്നത്. അപ്പൊ ഏതാണ് വർഷം? 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചിൽ യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലാണ് കുളച്ചിൽ യുദ്ധം നടന്നത്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. 1741 ഓഗസ്റ്റ് 10 ഓർത്തുവയ്ക്കുക. ഇനി കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ തടവുകാരനാക്കിയ ഒരു ഡച്ച് കപ്പിത്താൻ. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താനാണ്
ഡിലനോയി. ക്യാപ്റ്റൻ ഡിലനോയിയാണ് മാർത്താണ്ഡവർമ്മ കുളച്ചിൽ യുദ്ധത്തില് തടവിലാക്കിയത്. ഇനി തിരുവിതാംകൂറിലെ സൈന്യത്തിന് പിന്നീട് പരിശീലനം നൽകിയത് ആരാണെങ്കിൽ ഡിലനോയി കപ്പിത്താനാണ്. തിരുവിതാംകൂറിലെ സൈന്യത്തിന് പിന്നീട് പരിശീലനം നൽകിയത് ഡിലനോയിയാണ്. ഇനി തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ഡിലനോയിയാണ്. തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ഡിലനോയിയാണ്. ഇനി ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിൽ, കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡിലനോയിയാണ്. ഡിലനോയിയെ കുളച്ചിൽ യുദ്ധത്തില് മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയതാണ്. അദ്ദേഹം ഒരു കപ്പിത്താനായിരുന്നു. അപ്പൊ ഡിലനോയി പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകി. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തെ വലിയ കപ്പിത്താൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ വിശേഷിപ്പിക്കുന്നത് ആരാണ്? ഡിലനോയിയാണ്. ഡിലനോയി സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉദയഗിരി കോട്ട, കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കിട്ടിയോ? അപ്പൊ ഒന്നുകൂടെ നോക്കാം. കുളച്ചിൽ യുദ്ധം നടന്ന വർഷം എന്നാണ്? 1741 ഓഗസ്റ്റ് 10. ആ യുദ്ധത്തെ തുടർന്ന് മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ വലിയ കപ്പിത്താൻ ആരാണ്? വലിയ കപ്പിത്താൻ പേരിൽ അറിയപ്പെടുന്ന ഡിലനോയി. ഇനി ഡിലനോയി പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകുകയുണ്ടായി. ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഇനി അതുപോലെ തന്നെ ഡച്ചുകാരുടെ ഒരു പതനത്തിന് കാരണമായത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും ചേർന്ന് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. അതാണ് മാവേലിക്കര ഉടമ്പടി. അപ്പൊ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഡച്ചുകാരും മാർത്താണ്ഡവും തമ്മിലാണ്. ഏത് വർഷമാണെന്ന് നോക്കുക. 1753 ഓഗസ്റ്റ് 15 അപ്പൊ ഡച്ചുകാരും മാർത്താണ്ഡവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഏത് വർഷമാണ്? 1753 ഓഗസ്റ്റ് 15 ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അത് മാവേലിക്കര ഉടമ്പടിയാണ്. ഏത് വർഷം? 1753 ഓഗസ്റ്റ് 15. 1753 ഓഗസ്റ്റ് 15 കിട്ടിയോ? അപ്പൊ ഉദയഗിരി കോട്ട പണിയേപ്പിച്ചതാണ്. നമ്മൾ മനസ്സിലാക്കിയ ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ട അല്ലെങ്കിൽ പണി കഴിപ്പിച്ചത് ആരാണെന്ന് വെച്ചാല് ആരാണ്? വേണാട് രാജാവ് വീരരവിവർമ്മയാണ്. ഉദയഗിരി കോട്ട പണിയേപ്പിച്ചത് വേണാട് രാജാവായ വീരരവിവർമ്മയാണെന്ന് മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹോർത്തൂസ് മലബാർക്കസ്. ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറയുന്നത് ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവന. ഇപ്പൊ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹോർത്തൂസ് മലബാർക്കസ്. ഹോർത്തൂസ് മലബാർക്കസ് എന്ന പദത്തിന് അർത്ഥം എന്താണ്? മലബാറിലെ പൂന്തോട്ടം എന്നാണ് ഹോർത്തൂസ് മലബാർക്കസ് പദത്തിന് അർത്ഥം. അപ്പൊ ആ ഒരു ഗ്രന്ഥം, അതൊരു ഗ്രന്ഥമാണ്. അതിൽ എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചാണ് അതിൽ പരാമർശിക്കുന്നത്. ഹോർത്തൂസ് മലബാർക്കസില് മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി ആ ഒരു ഗ്രന്ഥത്തിലാണ് മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ചത്. മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഹോർത്തൂസ് മലബാർക്കസ്. അപ്പൊ ഡച്ചുകാരനെ ബന്ധപ്പെട്ടതാണ് ഹോർത്തൂസ് മലബാർക്കസ്. അതിലാണ് മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച് വന്നിരിക്കുന്നത്. ഇനി ഹോർത്തൂസ് മലബാർക്കസിന്റെ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു രചനയെ ബന്ധപ്പെട്ട് നേതൃത്വം നൽകിയതാണ് അഡ്മിറൽ വാൻഡ്രിഡ്. ആരാണ്? അഡ്മിറൽ വാൻഡ്രിഡ്. ഇനി മനസ്സിലാക്കുന്ന മറ്റൊരു വ്യക്തിത്വം ഹോർത്തൂസ് മലബാർക്കസ് രചനയെ ബന്ധപ്പെട്ട ഒരു ഈഴവ വൈദ്യൻ ഉണ്ടായിരുന്നു. അതാണ് ഇട്ടി അച്യുതൻ. ഈ ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച 3 ബ്രാഹ്മണരെ കൂടി മനസ്സിലാക്കുക. ആരൊക്കെയാണ്? അപ്പൂഭട്ട്, രംഗഭട്ട്, വിനായക് ഭട്ട്. അപ്പൂഭട്ട്, രംഗഭട്ട്, വിനായക് ഭട്ട്. അടുത്ത ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? നെതർലാൻഡിലെ ആംസ്റ്റർഡാം ആണ്. അപ്പൊ ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം നെതർലാൻഡിലെ ആംസ്റ്റർഡാം ആണ്. ഇനി ഹോർത്തൂസ് മലബാർക്കസ് പരാമർശിക്കുന്ന ആദ്യത്തെ സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ തെങ്ങാണ്. ഹോർത്തൂസ് മലബാർക്കസിൽ പരാമർശിക്കുന്ന ആദ്യ സസ്യം തെങ്ങ്. ഇനി അതിൽ തന്നെ പരാമർശിക്കുന്ന അവസാനത്തെ സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആലാണ്. ഏതാണ്? ആൽ. ഈ ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിൽ തർജ്ജമ ചെയ്ത ഡോക്ടർ KS മണിലാലാണ്. ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ഡോക്ടർ KS മണിലാലാണ്. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2020 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുകയുണ്ടായി. അപ്പൊ അതാണ് നമ്മൾ ഹോർത്തൂസ് മലബാർക്കസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തു. അപ്പൊ നമ്മൾ ഡച്ചുകാരെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നിടയ്ക്കാണ് ഡച്ചുകാരുടെ സംഭാവന ഹോർത്തൂസ് മലബാർക്കസിനെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് പോയത്. നമുക്ക് ബാക്കി ഡച്ചുകാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ്? കേരളത്തില് നെൽകൃഷിയും തെങ്ങ് കൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികാരെന്ന് വെച്ചാൽ ഡച്ചുകാരാണ്. കേരളത്തിൽ നെൽകൃഷിയും തെങ്ങ് കൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികാരാണ് ഡച്ചുകാരാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട മറ്റ് സംഭാവനകൾ എന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണം, അതുപോലെ വസ്ത്രത്തിലെ ചായമുക്കലും ഉപ്പ് നിർമ്മാണമാണ് പ്രധാനമായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഭാവനകൾ കൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി ഇന്ത്യയിലെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചതാരാണ്? ഡച്ചുകാരാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ചു. അതുപോലെയാണ് പള്ളിപ്പുറത്താണ്. പള്ളിപ്പുറത്ത് ഡച്ചുകാര് കുഷ്ഠരോഗികൾക്കായിട്ടുള്ള ഒരു ആശുപത്രി ആരംഭിച്ചു.
ഈ ഡച്ചുകാർ ഒരു കോട്ട തൃശ്ശൂരിൽ പണിയെടുപ്പിച്ചു. ഡച്ചുകാർ ഒരു 18ാം നൂറ്റാണ്ടിൽ കോട്ട പണിയെടുപ്പിച്ചു. അതാണ് ചേറ്റുവ കോട്ട. അപ്പൊ ചേറ്റുവ കോട്ട ആരും ബന്ധപ്പെട്ടിരിക്കുന്ന ഡച്ചുകാർ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചേറ്റുവ കോട്ട. അതുപോലെ പള്ളിപ്പുറത്ത് ഡച്ചുകാർ പണിയെടുപ്പിച്ച ഒരു ആശുപത്രി ഉണ്ട്, കുഷ്ഠരോഗികളുടെ ഒരു ആശുപത്രി. ഡച്ചുകാരെ പള്ളിപ്പുറത്ത് പണിയെടുപ്പിച്ചു. ഇനി ചേറ്റുവ കോട്ടയും ആരാണ് പണിയെടുപ്പിച്ചത്? ഡച്ചുകാരാണെന്ന് മനസ്സിലാക്കിയത്. ഇനി ഡച്ചുകാരിൽ നിന്നും ധർമ്മരാജ വിലയ്ക്ക് വാങ്ങിയ കോട്ടകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. അപ്പൊ ഡച്ചുകാരിൽ നിന്നും ധർമ്മരാജ വിലയ്ക്ക് വാങ്ങിയ കോട്ടകൾ ഏതൊക്കെയാണ്? കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയാണ് ഇവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡച്ചുകാരെ ബന്ധപ്പെട്ട മാക്സിമം പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയല്ലോ. അപ്പൊ നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് നോക്കാം. ഇതിൽ ഏതൊക്കെ ഉത്തരങ്ങളാണ് ശരി അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റ് നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നോക്കിയേ, ഈ ചോദ്യത്തിൽ നിന്നും ഏതൊക്കെ ഓപ്ഷൻ ശരിയാണ്? കുളച്ചിൽ യുദ്ധം നടന്ന 1748 അത് തെറ്റാണ് അല്ലെ? അപ്പൊ ഓപ്ഷനിൽ തെറ്റാണത്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള വർഷം? 1741 ഓഗസ്റ്റ് 10. അപ്പൊ കുളച്ചിൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. അടുത്ത, കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. ശരിയാണോ? ശരിയാണ് അല്ലെ? കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശശക്തി ഡച്ചുകാരാണ്. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശശക്തി ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലെ? രണ്ടാമത്തെ വിദേശശക്തിയാണ് ഡച്ചുകാരെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡ്രിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചു അല്ലെങ്കിൽ ആ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് പ്രസിദ്ധീകരണം ബന്ധപ്പെട്ട് നേതൃത്വം വഹിച്ചതാരാണ്? അഡ്മിറൽ വാൻഡ്രിഡ് ആണ് നമുക്ക് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് അറിയാം ഏതൊക്കെ ചോദ്യങ്ങൾ, ഏതൊക്കെ ഓപ്ഷൻസ് ആണ് തെറ്റ്? ഒന്നാമത്തെ ഓപ്ഷൻ 1748 എന്നുള്ളത് തെറ്റാണ്. ബാക്കി 3 ഓപ്ഷൻസ് എന്താണ്? അതുപോലെ തന്നെ ആദ്യത്തെ എത്തിയ വിദേശ അതും തെറ്റാണ്. അപ്പൊ 1ഉം 3ഉം തെറ്റാണ്. നമ്മൾ പഠിച്ചത് വെച്ച് നമുക്കിപ്പം ഏതൊക്കെയാണ് ഓപ്ഷൻസ് തെറ്റ് ഏതൊക്കെയാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ക്ലിയർ ആയോ? ഇനി കുളച്ചിൽ യുദ്ധത്തെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചുള്ള മാക്സിമം പോയിന്റ്സ് കിട്ടിയല്ലോ അല്ലെ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഒറ്റപ്പാലം, സൂററ്റ്, അമരാവതി, ഹരിപുര. അപ്പൊ നിങ്ങൾക്കറിയാം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? അമരാവതി കോൺഗ്രസ് അല്ലെ? അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ഉണ്ടായിരുന്നത് ചേറ്റൂർ ശങ്കരൻ നായരാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ചേറ്റൂർ ശങ്കരൻ നായരാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വസ്തുക്കളൊന്നും ഒളിച്ചു പോകാം. അപ്പൊ നമുക്ക് ഓരോന്നിട്ട് മനസ്സിലാക്കി പോവാം. അപ്പൊ അഹിംസയെ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണ്? 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ അഹിംസ രൂപീകൃതമായത് 1885 ഡിസംബർ 28 അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃത വർഷം എന്നാണ് 1885 ഡിസംബർ 28. ഇനി 1885 മുതൽ 1947 വരെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ, 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1855 ഡിസംബർ 28. 1885 എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28 ആണ്. അപ്പൊ 1947 വരെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിക്കാൻ ആവശ്യപ്പെട്ടുള്ള എല്ലാ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്കും നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം ബന്ധപ്പെട്ട ഒരു പ്രമുഖ സിദ്ധാന്തമുണ്ട്, അതാണ് സേഫ്റ്റി വാൽവ് സിദ്ധാന്തം അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് തിയറി. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബന്ധപ്പെട്ട സിദ്ധാന്തം ഏതാണ്? സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് സിദ്ധാന്തം. അടുത്ത ഫാക്ട് എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ്, എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് ആരാണ്? A.O. ഹ്യൂമൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് A.O. ഹ്യൂമൻ. അദ്ദേഹം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന A.O. ഹ്യൂമാണ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി ആരാണ്? A.O. ഹ്യൂമാണ്. അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്നാണ് പേര്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആണെന്ന് വെച്ചാൽ W.C. ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് W.C. ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് A.O. ഹ്യൂമാണെന്ന് മനസ്സിലാക്കണം. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാലം അറിയപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലം അറിയപ്പെട്ടിരുന്നത്. 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ വന്നത്. അതിനുശേഷമാണ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് മാറിയത്. 1885 ഡിസംബർ 20 അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് മാറുകയാണ് വന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൂർവികൻ അല്ലെങ്കിൽ മുൻപ് അറിയപ്പെടുന്ന ഏത് പേരിലാണെന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ നിലവിൽ വന്നത് മനസ്സിലാക്കുക. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പേര് നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്?
ദാദാഭായ് നവറോജി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പേര് നിർദ്ദേശിച്ചത്. അപ്പൊ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പേര് നിർദ്ദേശിച്ച ആരാണ്? ദാദാഭായ് നവറോജി. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ആണ്, അത് ബോംബെയിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് ആദ്യ വേദിയായത് ബോംബെ ആണ്, ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ആണ്. ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി, അത് ബോംബെയിലാണെന്ന് മനസ്സിലാക്കി വെക്കും. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി തീരുമാനിച്ചിരുന്നത് പൂനെയിലാണ് അല്ലെ. പൂനെയിലായിരുന്നു ആദ്യ സമ്മേളന വേദി തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് പൂനെയിൽ നിന്നും പിന്നീട് ബോംബെയിലേക്ക് മാറ്റാനുള്ള പ്രധാന കാരണം? നിങ്ങൾക്ക് എല്ലാം അറിയുന്നതാണ്. ഇതാണ് പ്ലേഗ് എന്ന പകർച്ചവ്യാധി കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റി. ബോംബെയിൽ എവിടെയാണ്? ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72 ആണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? 72 ആണ്. ഇനി മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി. ബാരിസ്റ്റർ GP പിള്ളയാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി. ഇനി INC എന്താണ് ഇന്റർനാഷണൽ കോൺഗ്രസിൽ അത് രൂപീകരിക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന് എതിരായിട്ട് സെയ്ദ് അഹമ്മദ് ഖാൻ 1888 ഒരു സംഘടന രൂപീകരിച്ചു. അതാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് എന്ന് പറയുന്ന ഒരു സംഘടന. ആര് രൂപീകരിച്ചു? സെയ്ദ് അഹമ്മദ് ഖാൻ ഇന്റർനാഷണൽ കോൺഗ്രസിനെതിരായിട്ട് 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിക് എന്താണ് മറ്റൊരു പോയിന്റ്. 1888 സർ സെയ്ദ് അഹമ്മദ് ഖാൻ ഒരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. അതാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. അത് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിരായി രൂപീകരിച്ച സംഘടനയാണ്. 1888 സർ സെയ്ദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഇനി നമുക്ക് INCയുടെ പ്രധാനപ്പെട്ട വേദികളും അധ്യക്ഷനും പ്രത്യേകത കുറിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് 1885 ആ വേദി ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെയാണ് അല്ലെ. ബോംബെയിൽ ആദ്യത്തെ സമ്മേളനം നടന്ന് പഠിച്ചതാണ്. ഇനി അധ്യക്ഷനാണ് WC ബാനർജിയാണ്. അപ്പൊ 1855 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ WC ബാനർജി. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ WC ബാനർജിയാണ്. ഇനി INCയുടെ ആദ്യ സമ്മേളനത്തിൽ അപ്പൊ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 72 അംഗങ്ങളാണ് INCയുടെ ആദ്യ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ ആദ്യ സെക്രട്ടറി നമ്മൾ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പിതാവ് അല്ലെങ്കിൽ ആദ്യ സെക്രട്ടറി എന്ന് കറക്കുന്നത് AO ഹ്യൂമാണ് അല്ലെ. ഇനി അവിടെ അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം 9 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് വെച്ചാൽ G. സുബ്രഹ്മണ്യ അയ്യറാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യറാണ്. ഇനി മനസ്സിലാക്കേണ്ടത് 2 തവണ പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചു. 2 തവണ പ്രസിഡന്റ് ആദ്യ വ്യക്തി WC ബാനർജിയാണ്. 1885 അതുപോലെ 1892. അപ്പൊ 2 തവണ ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആദ്യ വ്യക്തി എന്ന സ്ഥാനം WC ബാനർജിക്കാണ്. 1885 അതുപോലെ 1892. അടുത്ത നമ്മൾ രണ്ടാമത്തെ സമ്മേളനം മനസ്സിലാക്കാൻ 1886 പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് സമ്മേളനം. 1886 പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് സമ്മേളനം നടന്നത്. അവിടുത്തെ അധ്യക്ഷനായിരുന്നു ദാദാഭായ് നവറോജി ആയിരുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസിന് ആ പദം നൽകിയത് ആരാണ്? ദാദാഭായ് നവറോജി. അപ്പൊ അദ്ദേഹം അധ്യക്ഷനായ സമ്മേളനം എവിടെയാണ്? ഏത് വർഷമാണ്? 1886 വേദി എന്ന് പറഞ്ഞ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയാണ്. ഇനി INC പ്രസിഡന്റ് ആകുന്ന ആദ്യ പാഴ്സി വംശജൻ ആരാണ് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. അപ്പൊ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ പാഴ്സി വംശജൻ ആരാണ്? ദാദാഭായ് നവറോജി. ഇനി ഏറ്റവും കൂടിയ പ്രായത്തിൽ INC പ്രസിഡന്റ് ആയ വ്യക്തി ആരെന്ന് വെച്ചാൽ ദാദാഭായ് നവറോജി. ഏറ്റവും കൂടുതൽ പ്രായത്തിൽ INCയുടെ പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജി. ഇനി മറ്റൊരു വസ്തുത, 3 തവണ പ്രസിഡന്റ് ആയ ആദ്യത്തെ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഏതൊക്കെ വർഷങ്ങൾ? 1886, 1893 അതുപോലെ 1906. ഇതൊക്കെയാണ് 1886, 1893 അതുപോലെ 1906 ദാദാഭായ് നവറോജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ വേദി പഠിച്ചു. 1886 രണ്ടാമത്തെ വേദി എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത, പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയാണ്. അവിടുത്തെ അധ്യക്ഷനായിരുന്നു ദാദാഭായ് നവറോജിയാണ്. എന്തൊക്കെ സവിശേഷത പറയാം? INCയുടെ പാഴ്സി വംശജരായ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ INC പ്രസിഡന്റ് ആകുന്ന വ്യക്തി. ഇനി 3 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വ്യക്തി. 2 തവണ ആയത് WC ബാനർജിയാണ്. ആരാണ്? 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി ആരെന്ന് വെച്ചാൽ WC ബാനർജിയാണ്. 1885 1892. ഇനി ഇവിടെ 3 പ്രാവശ്യം INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി ദാദാഭായ് നവറോജിയാണ്. 1886, 1893 അതുപോലെ 1906. ഈ 3 വർഷമാണ് അദ്ദേഹം INC പ്രസിഡന്റ് ആയിരുന്നത്. അടുത്ത സമ്മേളനം എവിടെയാണ്? 1897 അടുത്ത സമ്മേളനം മദ്രാസിൽ, തമിഴ്നാട് അല്ലെങ്കിൽ അന്നത്തെ മദ്രാസിലാണ്. തമിഴ്നാട്ടിലെ
മദ്രാസിലാണ് INC സമ്മേളനം 1897. ഇനി നോക്കാം, ഈ ഒരു സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനമാണ്. അപ്പൊ ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം ഏതാണ്? അത് മദ്രാസ് സമ്മേളനമാണ്. ഏത് വർഷമാണ്? 1897. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അതിന്റെ അധ്യക്ഷനായിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു. ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു മദ്രാസ് സമ്മേളനത്തിൽ 1890 മദ്രാസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ. ഇനി INC പ്രസിഡന്റ് ആദ്യ മുസ്ലിം ആയിരുന്നു വെച്ചാൽ അതും ഈ ചോദ്യത്തിന് ഉത്തരമാണ്. ഏതാണ്? ബദറുദ്ദീൻ തിയാബ്ജി. അപ്പൊ ഈ ഒരു 1897 എന്ന് പറയുന്ന INC സമ്മേളനം മദ്രാസ് തമിഴ്നാട്ടിലാണ് നടന്നത്. ഇനി അതൊന്ന് മനസ്സിലാക്കി, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സമ്മേളനം. രണ്ട്, INC പ്രസിഡന്റ് ആദ്യ മുസ്ലിം, അല്ലെ? ഇത്രയും രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കാം. ആ പ്രസിഡന്റ് ആരായിരുന്നു? ബദറുദ്ദീൻ തിയാബ്ജി ആണ് ഇവിടെ ഓർത്തുപോയി. അടുത്തത് എന്താണ്? 1887 പഠിച്ചത്. ഇനി അടുത്ത 1888. 1888 അലഹബാദ്, ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് സമ്മേളനം. 1888 അലഹബാദ്, ഉത്തർപ്രദേശ് അലഹബാദിലാണ് INC സമ്മേളനം നടന്നത്. അവിടെ ജോർജ് യൂൾ ആയിരുന്നു അധ്യക്ഷൻ. അപ്പൊ INC പ്രസിഡന്റ് ആദ്യ വിദേശിയാണ് ജോർജ് യൂൾ. അപ്പൊ അലഹബാദ്, ഉത്തർപ്രദേശ് അലഹബാദിലാണ് 1888 സമ്മേളനം നടന്നത്. അവിടെ ജോർജ് യൂൾ, അതായത് INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശിയാണ് ജോർജ് യൂൾ. അദ്ദേഹമായിരുന്നു ഇവിടുത്തെ പ്രസിഡന്റ്. മനസ്സിലാക്കി വെക്കും. ക്ലിയർ ആയോ? അപ്പൊ ജോർജ് യൂള് INC പ്രസിഡന്റ് ആദ്യ വിദേശി ആരാണ്? ജോർജ് യൂൾ. ഏത് സമ്മേളനം? 1888 സമ്മേളനം ഏതാണ്? 1888. എവിടെയാണ്? ഉത്തർപ്രദേശിലെ അലഹബാദില്. ആരാണ് പേര്? ജോർജ് യൂൾ. INC പ്രസിഡന്റ് ആദ്യ വിദേശി. അടുത്ത വർഷം 1888 വിളിച്ചിട്ട് 1889 ബോംബെയിൽ വെച്ചാണ് നടന്നത്. മഹാരാഷ്ട്രയിലെ ബോംബെയിലാണ്. 1888 നമ്മുടെ ജോർജ് യൂൾ പഠിച്ചാൽ 1888 ജോർജ് യൂളും. ഇനി 1889 മഹാരാഷ്ട്ര ബോംബെയിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. അവിടെയും INC പ്രസിഡന്റ് ഒരു വിദേശിയായിരുന്നു. അതാണ് വില്യം വെഡർമൺ. INC പ്രസിഡന്റ് ആണ് രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർമൺ. ഇനി അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി കൂടിയാണ് വില്യം വെഡർമൺ. 1889 അതുപോലെ 1910 വില്യം വെഡർമൺ തന്നെയാണ് INCയിലെ പ്രസിഡന്റ് ആയിരുന്നത്. മനസ്സിലായോ? അപ്പൊ 1897 അലഹബാദിൽ, ഉത്തർപ്രദേശിൽ അലഹബാദിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വിദേശി പ്രസിഡന്റ് വരുന്ന ജോർജ് യൂൾ ആണ്. ഇനി 1888 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്ന ഒരു വിദേശി തന്നെയായിരുന്നു. അതായത് വില്യം വെഡർമൺ. ഏത് വർഷം? 1889. ഏതാ സ്ഥലം? മഹാരാഷ്ട്രയിലെ മുംബൈ. ഇവിടെ മനസ്സിലാക്കുന്ന INC പ്രസിഡന്റ് ആകുന്ന വിദേശി, രണ്ടാമത്തെ വിദേശിയും അതുപോലെ 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശിമാരാണ് ഈ വില്യം വെഡർമൺ ആണ്. 1889 1889 അതുപോലെ 1910 നമ്മൾ മനസ്സിലാക്കാം. 1889 മനസ്സിലായി. 88 ആരായിരുന്നു? ജോർജ് യൂൾ ആയിരുന്നു. 88 അതാണ് ആദ്യ വിദേശി, അല്ലെ? INC പ്രസിഡന്റ് ആദ്യ വിദേശി. ഇനി 89 ആരാണ്? വില്യം വെഡർമൺ ആണ്. സ്ഥലം മഹാരാഷ്ട്രയിലെ മുംബൈ ആണ്. മറ്റത് ജോർജ് യൂൾ ആയിരുന്നെങ്കിൽ ഉത്തർപ്രദേശിലെ അലഹബാദ്. മനസ്സിലായി. 1889 വില്യം വെഡർമൺ വരുന്നത്. വില്യം വെഡർമൺ 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശിയാണ്. 1889 അതുപോലെ 1910 1989 വില്യം വെഡർമൺ വിദേശി INC പ്രസിഡന്റ് ആകുന്ന 2 പ്രാവശ്യം തുടർച്ചയല്ല 2 പ്രാവശ്യം വിദേശി INC പ്രസിഡന്റ് ആണ് ആദ്യ വിദേശി. 2 പ്രാവശ്യം INC പ്രസിഡന്റ് ആദ്യ വിദേശിയാണ്. 1896 അതുപോലെ 1910. മനസ്സിലായോ? അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് 1890 INC സമ്മേളനം. 1890 സമ്മേളനത്തിൽ വലിയ പ്രത്യേകത അവിടെ നമ്മൾ പറയുന്നത് കൊൽക്കത്തയാണ് സമ്മേളനം. ഇനി INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ പാഴ്സി വംശജനാണ് ഫിറോസ് ഷാ മേത്തയാണ്. അപ്പൊ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ പാഴ്സി വംശജൻ ദാദാഭായ് നവറോജി. ഇനി INC പ്രസിഡന്റ് രണ്ടാമത്തെ പാഴ്സി വംശജൻ ഫിറോസ് ഷാ മേത്ത. അത് 1890 കൊൽക്കത്ത സമ്മേളനമാണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ പഠിച്ചത് എന്താണ്? എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്? 1885 ഡിസംബർ 28. ഇനി WC ബാനർജി, അല്ലെ? അദ്ദേഹം INC പ്രസിഡന്റ് 2 പ്രാവശ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞത് ഏതൊക്കെ വർഷങ്ങളാണെന്ന് അറിയാമോ? ഏതൊക്കെ വർഷങ്ങളാണ് WC ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്? 1885 അതുപോലെ 1892 അപ്പൊ WC ബാനർജി 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തിയാണ് WC ബാനർജിയാണ്. 1885 1892. ഇനി നമ്മൾ മനസ്സിലാക്കി. അടുത്തത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ആരാണ്? ജോർജ് യൂൾ ആണ്, അല്ലെ? ഏത് വർഷം? 1888 ജോർജ് യൂൾ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വിദേശി, പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി. 1888.
ഇനി 1889 ഒരു വിദേശി തന്നെയാണ്. അപ്പൊ ഇന്റർനാഷണൽ കോൺഗ്രസ് വിദേശിയാണ് രണ്ടാമത്തെ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശി ആരാണ്? വില്യം വിഡർബൺ. വില്യം വിഡർബൺ ഏത് വർഷമാണ്? 1889. 1889. മറ്റൊരു പ്രത്യേകത ഉണ്ട്, അദ്ദേഹം 2 തവണ ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു അല്ലെ. 2 തവണ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ആരാണെന്ന് ചോദിച്ചാൽ വില്യം വിഡർബൺ ആണ്. 1889, 1889, 1910. മനസ്സിലായോ? അപ്പൊ ജോർജ് ഹൂൾ 1888 വില്യം വിഡർബൺ 1889. ഇനി 1889 മാത്രമേ 1910 ആര് തന്നെയായിരുന്നു ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ്? ഒരു വിദേശി തന്നെയായിരുന്നു, വില്യം വിഡർബൺ ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് നോക്കേ, ഈ നാഗ്പൂർ സമ്മേളനം. നാഗ്പൂർ സമ്മേളനം 1891. നാഗ്പൂർ സമ്മേളനം 1891. അത് അനന്ത് ചാർലു, പി അനന്ത് ചാർലു ആയിരുന്നു ആ സമയത്ത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ. അപ്പൊ 1891 നാഗ്പൂർ സമ്മേളനം, മഹാരാഷ്ട്ര നാഗ്പൂറാണ് 1891 സമ്മേളനം നടന്നത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ. അതിന്റെ പ്രത്യേകത അവിടുത്തെ അധ്യക്ഷനായിരുന്നു പി അനന്ത് ചാർലു. പി അനന്ത് ചാർലു പ്രത്യേകത എന്താണ്? INC പ്രസിഡന്റ് ആണ് ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ അല്ലെങ്കിൽ ആദ്യ ദക്ഷിണേന്ത്യൻ ആരാണെന്ന് ചോദിച്ചാൽ അനന്ത് ചാർലു ആണ്. ഏത് സമ്മേളനം? നാഗ്പൂർ സമ്മേളനം 1891. അപ്പൊ INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ദക്ഷിണേന്ത്യനാണ് പി അനന്ത് ചാർലു. ഏത് സമ്മേളനമാണ്? 1890 നാഗ്പൂർ സമ്മേളനമാണെന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത 1892 സമ്മേളനത്തിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. 1894 സമ്മേളനത്തിലെ അധ്യക്ഷനാണ് ആൽഫ്രഡ് വെബ്. ആൽഫ്രഡ് വെബ് ഏത് സമ്മേളനത്തിൽ അധ്യക്ഷനാണ്? മദ്രാസ് തമിഴ്നാട്ടിലെ സമ്മേളനത്തിൽ അധ്യക്ഷനാണ് 1890 ആൽഫ്രഡ് വെബിന്റെ പ്രത്യേകത INC പ്രസിഡന്റ് മൂന്നാമത്തെ വിദേശിയാണ്. അപ്പൊ മനസ്സിലാക്കിയ INC പ്രസിഡന്റ് ആദ്യ വിദേശി ജോർജ് ആണ് 1888. രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് വില്യം വെഡർബൺ 1889. ഇനി മൂന്നാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ് ആണ്. വർഷം 1894. മനസ്സിലായോ? 1894 മനസ്സിലായോ? അപ്പൊ 1888, 1889, ഇപ്പൊ 1894 ആരാണ്? ഒരു വിദേശിയാണ് ആൽഫ്രഡ് വെബ്. എന്താണ്? ആൽഫ്രഡ് വെബ് മദ്രാസ് സമ്മേളനമാണ്. അപ്പൊ 1894 INC പ്രസിഡന്റ് ആരാണ്? ആൽഫ്രഡ് വെബ്. മദ്രാസ് സമ്മേളനം INC പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വിദേശിയാണ്. ഒന്നാമത്തെ വിദേശി ജോർജ് ഹൂളാണ് 1888. 1889 വില്യം വെഡർബൺ. 1894 ആരാണ്? INC പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ്. എന്താണ്? ആൽഫ്രഡ് വെബ്. അടുത്ത വർഷം 1896. 1896 അടുത്ത വർഷം INC സമ്മേളനം നടന്നത്. ആ വേദി ഏതാണ്? കൊൽക്കത്തയാണ് വേദി. അവിടെ റഹ്മത്തുൽ സയാനി ആയിരുന്നു അധ്യക്ഷൻ. അപ്പൊ അധ്യക്ഷനാണ് റഹ്മത്തുള്ള സഹാനി. അപ്പൊ റഹ്മത്തുള്ള സഹാനി 1896 കൊൽക്കത്ത വേദിയായിരുന്നു സമ്മേളനം നടന്നത്. ഇനി ആ സമ്മേളനത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ്? വന്ദേ മാതരം ആദ്യമേ ആരംഭിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1896 കൊൽക്കത്ത സമ്മേളനമാണ്. അപ്പൊ വന്ദേ മാതരം ആലപിച്ച ആദ്യ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കോൺഗ്രസ് സമ്മേളനം. ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചതെന്ന് വെച്ചാൽ 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അധ്യക്ഷൻ ആരായിരുന്നു? റഹ്മത്തുള്ള സയാനി ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി വന്ദേ മാതരം ആരാണ് ആലപിച്ചത്? ടാഗോർ ആണ് വന്ദേ മാതരം ആലപിച്ചത്. അപ്പൊ 2 വസ്തുക്കളും കൂടെ മനസ്സിലാക്കി റീകളക്ട് ചെയ്ത് ഏതൊക്കെയാണ്? 1896 സമ്മേളനം, ഇന്റർനാഷണൽ കോൺഗ്രസ് 1896 സമ്മേളനത്തിലെ വേദി എന്ന് പറയുന്ന കൊൽക്കത്തയാണ്. അധ്യക്ഷനാരാണ്? റഹ്മത്തുള്ള സയാനിയാണ്. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച INC സമ്മേളനം. INC സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത് അത് ഏതാണ്? റഹ്മത്തുൽ സയാനി അധ്യക്ഷനായ 1896 കൊൽക്കത്ത സമ്മേളനം. 1896 കൊൽക്കത്ത സമ്മേളനമാണ്. ഇനി വന്ദേ മാതരം ആലപിച്ചത് ടാഗോർ ആണെന്ന് ഓർത്തുവയ്ക്കുക. 1897 കോൺഗ്രസ് സമ്മേളനം മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നടന്നത്. 1897 കോൺഗ്രസ് സമ്മേളനം മഹാരാഷ്ട്ര അമരാവതിയിൽ നടന്നത്. ശ്രീ ശങ്കരൻ നായരാണ് അധ്യക്ഷൻ. ശ്രീ ശങ്കരൻ നായരായിരുന്നു അധ്യക്ഷൻ. അപ്പൊ അതാണ് നമ്മുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. INC പ്രസിഡന്റ് ആദ്യ മലയാളി ആണ് ശ്രീ ശങ്കരൻ നായർ. അപ്പൊ INC പ്രസിഡന്റ് ആദ്യ മലയാളി ശ്രീ ശങ്കരൻ നായർ. ഏത് കോൺഗ്രസ് സമ്മേളനം? അമരാവതി അല്ലെ, മഹാരാഷ്ട്ര അമരാവതി കോൺഗ്രസ് സമ്മേളനമാണ് 1897 ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എത്ര INC സമ്മേളനം മനസ്സിലാക്കി? 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനം മനസ്സിലാക്കി. അത് ആരാണ് അധ്യക്ഷൻ? ശ്രീ ശങ്കരൻ നായർ. INC പ്രസിഡന്റ് ആദ്യ മലയാളിയാണ് ശ്രീ ശങ്കരൻ നായർ എന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തത് മനസ്സിലാക്കേണ്ട 1901
1901 കൊൽക്കത്ത സമ്മേളനമാണ്. 1901 കൊൽക്കത്ത സമ്മേളനമാണ് നടന്നത്. അവിടെ ഗാന്ധി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം നടത്തിയത് 1901 കൊൽക്കത്ത സമ്മേളനമാണ് ഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ INC സമ്മേളനം. ദിൻഷാ-ഇ വാച്ചയാണ് അധ്യക്ഷൻ. ദിൻഷാ-ഇ വാച്ചയായിരുന്നു അധ്യക്ഷൻ 1901 കൊൽക്കത്ത സമ്മേളനം. അത് പ്രത്യേകത എന്താണ്? ഗാന്ധി പങ്കെടുത്ത ആദ്യ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1901 കൊൽക്കത്ത സമ്മേളനമാണ്, മനസ്സിലാക്കി വെക്കാം. ഇനി 1904 ബോംബെ സമ്മേളനം. 1904 ബോംബെ സമ്മേളനം നടത്തി. ഹെൻറി കോട്ടൺ ആയിരുന്നു അധ്യക്ഷൻ. അപ്പൊ INC പ്രസിഡന്റ് നാലാമത്തെ വിദേശിയാണ് ഹെൻറി കോട്ടൺ. അപ്പൊ 1904 INCയുടെ പ്രസിഡന്റ് ഒരു വിദേശിയായിരുന്നു, ഹെൻറി കോട്ടൺ ആണ്. അപ്പൊ ബോംബെയിലാണ് INC സമ്മേളനം. അപ്പൊ 1904 സമ്മേളനം എവിടെയാണ്? ബോംബെയിലാണ്. ആരാണ്? ഹെൻറി കോട്ടൺ. INC സമ്മേളനം അല്ലെങ്കിൽ INC അധ്യക്ഷനാകുന്ന നാലാമത്തെ വിദേശിയാണ് ഹെൻറി കോട്ടൺ. അപ്പൊ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ക്ലിയർ ആയോ? അപ്പൊ ഒന്നുകൂടെ പറയാം. 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധി ആദ്യമായിട്ട് INC സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇനി 1904 ബോംബെ സമ്മേളനത്തെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് നാലാമത്തെ വിദേശിയാണ് ഹെൻറി കോട്ടൺ എന്ന് അവിടെ പഠിച്ചു അല്ലെ. അടുത്ത നോക്കാം. 1905 പ്രത്യേകത. 1905 സമ്മേളനത്തിൽ പ്രത്യേകത ഉത്തർപ്രദേശിലെ ബനാറസിലാണ് സമ്മേളനം. 1905 ഉത്തർപ്രദേശിലെ ബനാറസിലാണ് സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷനായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു 1905 ഉത്തർപ്രദേശിലെ ബനാറസിൽ നിന്ന സമ്മേളനത്തിലെ അധ്യക്ഷൻ. ഉത്തർപ്രദേശിലെ ബനാറസിലാണ് 1905 സമ്മേളനം. ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു അധ്യക്ഷൻ. ഇനി ആ സമ്മേളനത്തെ പ്രത്യേകം നോക്കാം. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ സമ്മേളനമാണ് ഈ പറയുന്ന 1905 ഉത്തർപ്രദേശിലെ ബനാറസിൽ നിന്ന സമ്മേളനം. അപ്പൊ സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ സമ്മേളനം ഏതാണ്? 1905 ഉത്തർപ്രദേശിലെ ബനാറസിൽ നിന്ന സമ്മേളനമാണ്. അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ അവിടെയാണ് സ്വദേശി പദം ആദ്യം അല്ലെങ്കിൽ ആ മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയ സമ്മേളനം ഏതാണ്? 1905 ഉത്തർപ്രദേശിലെ ബനാറസിൽ നിന്ന സമ്മേളനം. അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി ആ സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാലും അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 ഈ INC സമ്മേളനം നടന്നത്. ഉത്തർപ്രദേശിലെ ബനാറസിലാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു അധ്യക്ഷൻ. അപ്പൊ INC പ്രസിഡന്റ് ആ സമയത്ത് അത് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. എപ്പോൾ? ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ സമ്മേളനവും ഈ പറയുന്ന INC സമ്മേളനമാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ അധ്യക്ഷനായ INC സമ്മേളനം 1905 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് 1906 കൊൽക്കത്ത സമ്മേളനം ദാദാഭായ് നവറോജിയാണ് അധ്യക്ഷൻ. 1906 കൊൽക്കത്ത സമ്മേളനം ദാദാഭായ് നവറോജി അധ്യക്ഷൻ. സ്വരാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ച സമ്മേളനമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ സമ്മേളനമാണ് ഗോപാലകൃഷ്ണ ഗോഖലെ 1905 സമ്മേളനം. ഇനി 1906 കൊൽക്കത്ത സമ്മേളനം ദാദാഭായ് നവറോജി അധ്യക്ഷൻ. അവിടെ നമ്മൾ സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗപ്പെട്ടു. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സമ്മേളനം ഏതാണ്? 1906 സമ്മേളനമാണ്. അത് കൊൽക്കത്ത സമ്മേളനം ദാദാഭായ് നവറോജി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. ഇനി 1907 സമ്മേളനം സൂറത്തിലാണ് നടന്നത്. ഗുജറാത്തിലെ സൂറത്തിലാണ് 1907 സമ്മേളനം. റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. അപ്പൊ റാഷ് ബിഹാരി ഘോഷ് അധ്യക്ഷനായ സമ്മേളനം സൂറത്തിൽ വന്നു. ഗുജറാത്തിലെ സൂറത്തിലാണ് 1906. അപ്പൊ സൂറത്ത് വിഭജനം അല്ലെ, അതുപോലെ മിതവാദികൾ തീവ്രവാദികളുമായിട്ട് വേർപിരിഞ്ഞതൊക്കെ ഈ ഒരു സമ്മേളന സമയത്ത് 1906 ഗുജറാത്തിലെ സൂറത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. റാഷ് ബിഹാരി ഘോഷ് ആണ് അധ്യക്ഷൻ. സൂറത്ത് വിഭജനം അല്ലെ, സൂറത്ത് സ്പ്ലിറ്റ്, അതിന് മിതവാദികളും തീവ്രവാദികളുമായിട്ട് വേർതിരിഞ്ഞ് ഈ ഒരു സമ്മേളന സമയത്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ 1907 സമ്മേളനം എവിടെയാണ്? സൂറത്തില്, ഗുജറാത്തിലെ സൂറത്തിൽ. ആരാണ് അധ്യക്ഷൻ? റാഷ് ബിഹാരി ഘോഷ്. അപ്പൊ അവിടെ നമ്മളത് മനസ്സിലാക്കി വെക്കുക. ഇനി 1908 മദ്രാസിൽ നടന്ന സമ്മേളനം. 1908 മദ്രാസിൽ നടന്ന സമ്മേളനം റാഷ് ബിഹാരി ഘോഷ് തന്നെയാണ് അതിന്റെയും അധ്യക്ഷൻ. 1906 നമ്മൾ പറഞ്ഞു കൊൽക്കത്തയിലാണ് സമ്മേളനം നടന്നത്. 1907 എവിടെ നടക്കുന്നു? സൂറത്ത്, ഗുജറാത്തിലെ സൂറത്തിലാണ് നടക്കുന്നത്. ഇനി 1908 മദ്രാസിലാണ്. അവിടെയും അധ്യക്ഷൻ ആരാണ്? റാഷ് ബിഹാരി ഘോഷ് ആണെന്ന് മനസ്സിലാക്കുക. അവിടെ കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിക്കേണ്ടത്. 1908 മദ്രാസ് സമ്മേളനത്തിൽ റാഷ് ബിഹാരി ഘോഷ് അധ്യക്ഷനായ സമയത്ത് കോൺഗ്രസ് ഭരണഘടന രൂപീകരിച്ചു. അപ്പൊ എന്തൊക്കെ പഠിച്ചു? 1905 സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഉത്തർപ്രദേശിലെ ബനാറസിലായിരുന്നു സമ്മേളനം നടന്നത്. ഇനി അവിടെ സ്വദേശി എന്ന മുദ്രാവാക്യം ഉയർത്തിയ സമ്മേളനമാണ്. അതുപോലെ തന്നെ ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന് മനസ്സിലാക്കി വെച്ചു. ഇനി 1906 കൊൽക്കത്തയിൽ സമ്മേളനത്തിന് ദാദാഭായ് നവറോജി എന്ന സമ്മേളനത്തിലെ അധ്യക്ഷൻ. അവിടെ സ്വരാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ച സമ്മേളനം ഏതാണ്? 1906 കൊൽക്കത്ത സമ്മേളനം.
ഇനി 1907 എന്ത് സംഭവിക്കുന്നത്? സൂററ്റ് സമ്മേളനം. സൂററ്റ് ഗുജറാത്തിലെ സൂറത്തിലാണ്. അവിടെ അധ്യക്ഷൻ ആരായിരുന്നു? രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു. അവിടെ സൂററ്റ് വിഭജനം, അതായത് മിതവാദി തീവ്രവാദികളൊക്കെ പിരിയുന്നത് ആ ഒരു സമ്മേളനത്തിന്റെ കാലഘട്ടത്തിൽ. ഇനി 1908 മദ്രാസിൽ തന്നെ സമ്മേളനം രാജ് ബിഹാരി ഘോഷ് തന്നെയാണ് അവിടെ കോൺഗ്രസിന്റെ ഒരു ഭരണഘടന രൂപീകരിച്ച സമ്മേളനം. 1908 സമ്മേളനമാണ് കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ച സമ്മേളനം. 1908 മദ്രാസിലാണ്. രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PYQ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഒരു PYQ കംപ്ലീറ്റ് ചെയ്തു. ഇനി INC ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ കുറച്ച് വർഷങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കിയത്. INC ബന്ധപ്പെട്ട വർഷങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ഇത്ര നിങ്ങൾ പഠിച്ച് സെറ്റ് ആക്കി വെക്കുക. അപ്പൊ ഈ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ ആയെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ഫ്രം മീ. താങ്ക് യു.